നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. ഈ വാട്സപ്പിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മുടെ സുക്കർക്കൊക്കെ ഏറ്റെടുത്തതിന് ശേഷം നല്ല നല്ല ഫീച്ചറുകൾ, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചറുകൾ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഔട്ട്സൈഡായിട്ട് പോരാത്ത ഫീച്ചറുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. ഇന്ന് വാട്സപ്പിൽ അധികാരിക്കും അറിയാത്ത കുറച്ച് ഫീച്ചറുകൾ, കുറച്ച് ടിപ്സ്, ട്രിക്സ്, ഹാക്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് പോവാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഞാനൊരു മെസ്സേജ് വിട്ട് ഇങ്ങനെ അറിയാണ്ട് വിട്ടുപോയാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്താൽ അത് കിട്ടിയ ആൾക്ക് അത് കാണുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഡിലീറ്റ് ആക്കിയ മെസ്സേജ് എന്തായിരുന്നു അറിയാൻ വല്ലാത്തൊരു ഉൾക്കണ്ടായിരിക്കും. അറിയാണ്ട് വിട്ടിട്ട് മെസ്സേജ് ഡിലീറ്റ് ആക്കി പോയിരിക്കും, പക്ഷെ അത് അറിയാൻ വേണം. അങ്ങനെയുള്ള മെസ്സേജ് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പോൾ ഞാൻ ഈ വിട്ട മെസ്സേജ് ഇത് കിട്ടിയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിന് നമുക്ക് ഒരു വഴിയുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വിടാം. ഈ ഫോണിൽ നിന്ന് ഞാനൊരു മെസ്സേജ് വിടാം. ഒരു ഫോട്ടോ വിട്ട്, ഒരു വോയിസ് ക്ലിപ്പ് വിട്ട്, ഒരു ടെക്സ്റ്റും വിട്ട്, ഇത് മൂന്നും ഞാനിങ്ങ് ഡിലീറ്റ് ആക്കുക. 3 മെസ്സേജും ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത്. ഈ ഫോണിൽ ഡിലീറ്റ് ഫോർ എവരി വൺ ആണ് തീർത്ത് വന്നത്. ആ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഫോണിൽ തന്നെ അതൊന്ന് കണ്ടു നോക്കാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Whatsremoved പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമുള്ള പെർമിഷനൊക്കെ ചോദിക്കുന്ന പെർമിഷൻ ആവശ്യമുള്ള മാത്രം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ ആയിട്ടുള്ള ഈ 3 മെസ്സേജും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇവിടെ കാണാം. ഇത് നമുക്ക് ഈ വോയിസ് മെസ്സേജ് ഇവിടുന്ന് കേൾക്കണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണും. അതിൽ കൂടെ നമുക്ക് അത് കേൾക്കാം. അതിലുള്ള വോയിസ് മെസ്സേജ് എന്താണെന്ന് കേൾക്കാം. ഇനി ഫോട്ടോ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഇവിടുന്ന് നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ആവും. എവിടേക്കും ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ എല്ലാ മെസ്സേജും വാട്സപ്പിൽ ഡിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജും നമുക്ക് ഇവിടുന്ന് കാണാനും തിരിച്ചെടുക്കാനാവും. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകൾ സെൻഡ് ചെയ്യും വാട്സപ്പിൽ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റുകളൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹായ് എഴുതി, അത് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റിക്കറായിട്ട് സെൻഡ് ചെയ്യാം. കാണുന്നുണ്ടോ? ഞാൻ എഴുതി ജസ്റ്റ് എന്തെന്നായാലും ഇല്ല എഴുതുന്നത് ഇവിടെ ഒരു ചെറിയ ചിഹ്നം കാണുന്നുണ്ടോ? ഒരു മെസ്സേജ് ചിഹ്നം പോലെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അങ്ങനെ ഒരു ഫോർമാറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സ്റ്റിക്കറായിട്ട് സെൻഡ് ആവും. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മംഗ്ലീഷ് കീബോർഡ്, മലയാളം കീബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്താൽ ആവശ്യമുള്ള പെർമിഷനൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഡിഫാൾട്ട് കീബോർഡായിട്ട് അത് സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ സെറ്റിങ്സ്, ആ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് പോയാൽ ഏറ്റവും ചുവട്ടിൽ ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ഓഫായി കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കീബോർഡിൽ എന്ത് എഴുതിയാലും അത് എഴുതിയിട്ട് അങ്ങനെ തന്നെ വിട്ടാൽ ടെക്സ്റ്റായിട്ട് പോകും. എന്ത് എഴുതി കൊടുത്താലും അത് നമുക്ക് ഒരു ടെക്സ്റ്റ് സ്റ്റിക്കറായിട്ട് ഇങ്ങനെ വിടാനാവും. അടിപൊളി ഫീച്ചറാണ്. ഇനിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഇന്ത്യ കീബോർഡ്, Gboard 2 കീബോർഡാണ് ഉപയോഗിക്കുക. നമുക്ക് ഈ കീബോർഡും വേണം, ആ കീബോർഡും വേണമെങ്കിൽ രണ്ടും ഒരേ ടൈമിൽ ഉപയോഗിക്കുക. അതിനെന്താ ചെയ്യുക? ഇപ്പോൾ ആ കീബോർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുണ്ട്. ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ സ്പേസ് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഇവിടെ നമുക്ക് കീബോർഡ് മാറ്റിയുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടുന്ന് കീബോർഡ് മാറ്റി കൊടുക്കുക. അപ്പോൾ Gboardലേക്ക് മാറി. നമുക്കിപ്പോൾ ഇംഗ്ലീഷിലൊരു മെസ്സേജ് വിടണം. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് അത്ര ഭാഷയില്ല. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ അതായത് ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. അതിന് നമ്മൾ സാധാരണ രീതിയിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ പോയിട്ട് എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റും. മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് വാട്സപ്പ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് സെൻഡ് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ Gboard ഓപ്പൺ ആക്കിയാൽ Gboardൽ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ലെയർ കൂടി വന്ന് കാണാം. ഇപ്പം ഇംഗ്ലീഷ്, ഇപ്പം മലയാളം. ഇവിടെ നമുക്ക് ഭാഷ ഏത് വേണമെങ്കിലും മാറ്റട്ടോ. ഏത് ഭാഷയിലേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എന്നുള്ള ഹിന്ദിയോ ഏത് ഭാഷയിലും ഇവിടുന്ന് മാറ്റിയെടുക്കും നമുക്ക്. അതിന് ശേഷം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന് ടൈപ്പ് ചെയ്യുക. സുഖമാണോ എന്ന് ഞാനിവിടെ എഴുതുമ്പോഴേക്ക് മേലെ ഹൗ ആർ യു വന്ന് കണ്ടോ? ഇതുപോലെ എത്ര വലിയ ടെക്സ്റ്റ് ആയാലും എത്ര വലിയ മെസ്സേജ് ആയാലും നമുക്ക് മലയാളത്തിൽ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടുന്ന് തന്നെ വിടുകയും കഴിയും. അടിപൊളിയല്ലേ?
വാട്സപ്പിൽ വളരെ അത്യാവശ്യമുള്ള ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യക്കാർ ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.